എന്താ വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണേന്ന് അറിയോ? ഒരു ചെറിയ അടപ്രഥമൻ പായസം. അപ്പൊ ഈ പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ? ആദ്യം തന്നെ 1.5 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. രണ്ടാം നമ്മൾ എടുക്കുന്നത് സ്വാമീസ് അടപ്രഥമൻ പായസത്തിന്റെ മിക്സ് ആണ്. അന്ന് നമ്മൾ കുഞ്ഞൊരു ഗീയാണ് വേണ്ടത്. നമ്മളിപ്പോ എവിടുന്നാ കുക്ക് ചെയ്തതെന്ന് അറിയോ? ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് വെച്ചാണ്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്കെങ്ങനെയാ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് എത്തിക്കാം. പക്ഷെ കുട്ടികളോടൊരു പ്രത്യേക ശ്രദ്ധിക്കും, ഇതങ്ങനെയൊന്നും ആരും വീട്ടിൽ പരീക്ഷിക്കാൻ പാടില്ല. നമ്മൾ അമ്മയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിത്തെറിച്ച് പല അപകടങ്ങളും നടക്കാറുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് എത്തിക്കാം. ഓക്കെ, ഗ്യാസ് കത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗൾ ഇവിടെ എടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളച്ചിടുന്നവരെ വെയിറ്റ് ചെയ്യാം. നിനക്ക് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? എന്റെ മോളെ, ഇനി കുക്കറി ഷോയിൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. കാണാം. അപ്പൊ ഗൈസ്, നമ്മളുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പാലട മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ ചൂടിലെ പാലിലും വെള്ളത്തിലൊക്കെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിടണേ. അതാണെങ്കിൽ നമ്മളുടെ മേലൊക്കെ പൊള്ളിപ്പോ. അതൊന്ന് സൂക്ഷിച്ചിടണേ. ശരിയാ കുഞ്ഞാറ്റെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഇത് മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഷുഗറും നട്ട്സും ബദാമും അണ്ടിപ്പരിപ്പെല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല സെറ്റ് സംഭവമാണ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സ് ആയതുകൊണ്ട് എല്ലാം നമുക്ക് തനിയെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് കിടക്കാം. മണി, നീ എന്തിനാണ് പൈ ഇളക്കണേ? സ്പീഡ് ഇളക്കണം. ശരി. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പായസത്തിന്റെ കൂടെ പപ്പടം ഇല്ലെങ്കിൽ എന്തിനു വെള്ളം, അതൊക്കെ ഇങ്ങനെ കുഴച്ച് വായിലേക്ക് പിടിക്കണം. സ്വർഗം. ഇനി ഞാൻ ഉണ്ടാക്കിയ പായസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അത് കാരണം നീ കഴിച്ചിട്ട് മതി. ഞാൻ പപ്പടം കൂടെ കൂട്ടി പിഴിയാൻ കഴിച്ചു. പെട്ടെന്ന് എനിക്ക് കഴിക്കാണ്ട. എന്റെ പൊന്നു കുഞ്ഞാറ്റ, എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. ഓക്കെ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടേസ്റ്റ് ആണോ മണി?